പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ ഒരു കറുത്ത പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാം പറ്റിക്കപ്പെടുകയാണ്. ഈ ഒരു പാട് എന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഉണ്ട്. സാർ ഒരു സുന്ദരനാണ് സാർ. ഈ കവിളെന്താ സാർ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നാന്നാണ് ആ കുട്ടി പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. മൊത്തം കറുപ്പ് അതിന്റെ പേരിൽ അറിയില്ല പച്ച. സകല പണി തീരും. അത് അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ജന്മനാ ഉള്ളതാണ്. വീട്ടില് പാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഡോക്ടർ നിഷേധിക്കുന്നുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പുള്ളിക്കാരത്തി പറയുന്നത് ഇത് മാത്രമല്ല, ഇവർ പലതരത്തിലുള്ള ക്രീമും ഉപയോഗിച്ചിട്ട് ഇവരുടെ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാത്തിന്റെയും മെഡിക്കൽ പ്രൂഫ് റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണോ പറയരുത് ദിവസം. ഒരു കാര്യം ചെയ്യാം, ഒന്നും കിട്ടു വന്നാട്ടെ. എന്തിന്? നമുക്കിപ്പോ തന്നെ പോയി സരസനോട് ചോദിക്കാലോ. അതിന്റെ ആവശ്യമില്ലാന്ന്. ആവശ്യമുണ്ട്. ഈ അവരിപ്പോ പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരു കറുത്ത പാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാമും അതും മറ്റേ സ്റ്റാഫ് കുട്ടിയും പറയുന്നത് സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് അവർക്കത് പറ്റിയെന്ന്. അതിന്റെ ഒരു സംഭവം എന്താ? എവിടെ പോണു? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഈ 8 കൊല്ലം ഞാൻ കണ്ടു വീഡിയോ. 8 കൊല്ലെന്നോ പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനും പോയി കാണിച്ചിട്ടില്ലേ? അത് പിന്നെ അത് ആ സ്റ്റിറോയിഡ് ക്രീമിന്റെ എന്താണ് ആ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്, അതാണ് ഇപ്പൊ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. മൊത്തം സ്കിൻ ബാരിയർ, അത് സ്കിൻ ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിനൊരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അത് കുറെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്കും അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സുള്ള ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ്, ആ പ്രൊഡക്ട്സ് അങ്ങോട്ട് നിർത്തിയാൽ മതി. അപ്പോ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ളൊരു സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടത്താൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? ഞാൻ ആലോചിക്കണേ, എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണമെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. ആ ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവല്ലോ, അവരൊപ്പ്. അതിന്റെ കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. നീ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റാ? ഞാൻ വേറെ ഒന്നും അവിടെ നിന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കല്യാണിയുടെ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പാട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ക്ലിനിക്കുമായിട്ട് അപ്രോച്ച് ചെയ്തതെന്നാണ്. പക്ഷെ ഇതിനു വേണ്ടി മാത്രമല്ല, പലതരത്തിലുള്ള ചികിത്സകളും അവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കൺസെന്റ് ലെറ്ററും കല്യാണി ഒപ്പിട്ട് കൊടുത്തതിന്റെ തെളിവുകൾ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മുഖത്ത് മാത്രമല്ല, അവര് വേറെയും ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഈ സ്കിന്നിന്റെ മാത്രമല്ല. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ